ഹലോ ഓൾ, കീം എക്സാം കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്ന് ഇനി അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ചിന്ത കേരളത്തിലുള്ള ഏറ്റവും നല്ല കോളേജുകൾ ഏതൊക്കെയാണ്, അതിൽ ഏതിലാണ് അഡ്മിഷൻ നേടേണ്ടത്, ഏത് ബ്രാഞ്ചാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ കീം വഴി അഡ്മിഷൻ എടുക്കുന്ന നമ്മുടെ ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജുകൾ, കേരള ഗവൺമെന്റും അതുപോലെ തന്നെ കീം വഴി അഡ്മിഷൻ എടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജസിലെ ഏറ്റവും ബെസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. കീം ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ 10th പൊസിഷനിലുള്ളത് നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ആണ്. 1999 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. KTU അഫിലിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ലാബുകളായാലും ലൈബ്രറി, ഹോസ്റ്റൽ, മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ആയാലും എല്ലാം ഡീസെന്റ് രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കീം വഴി അഡ്മിഷൻ എടുക്കാവുന്ന 10th പൊസിഷനിലുള്ള കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ്. അത് കഴിഞ്ഞ് 9th റാങ്ക് അല്ലെങ്കിൽ 9th പൊസിഷനിലുള്ളത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് കോളേജാണ്. 1999 തന്നെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. പാലക്കാടാണ് അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ മോഡേൺ ലാബുകളായാലും ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ, ഈവൻ സ്പോർട്സ് ഫെസിലിറ്റീസ് അടക്കം ബെറ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് 8th പൊസിഷനിലേക്ക് നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഉണ്ട്. 1986 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജുകളാണ്. സ്പേഷ്യസ് ക്യാമ്പസ് ആണ് വിത്ത് മോഡേൺ ലാബ്സ്, ലൈബ്രറി ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഫേമസ് ആൻഡ് വെൽ റിഗാർഡഡ് ഗവൺമെന്റ് കോളേജാണ്. നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ആക്ച്വലി കുറച്ചുകൂടെ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥാപനമാണ്. 7th പൊസിഷനിലേക്കുള്ളത് NSS കോളേജ് പാലക്കാടാണ്. 1960 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 60 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ്. നമ്മുടെ KIRF എന്ന് പറയുന്ന റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 7ാം സ്ഥാനത്താണ് ആരുള്ളത്, നമ്മുടെ NSS കോളേജ് പാലക്കാടുള്ളത്. അവിടുത്തെ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ്, ലൈബ്രറി, ഹോസ്റ്റൽസ് ഒക്കെ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ അടക്കം എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സ് ആണ്. ഇനി RIT കോട്ടയമാണ് 6ാമത്തെ സ്ഥാനത്തുള്ളത്. 1991 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജാണ്. അവിടെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബുകളും മറ്റെല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ എല്ലാ കോളേജുകളും നമ്മുടെ KTU, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ അഫിലിയേറ്റഡ് ആണെന്നുള്ളത് ഓർക്കുക. അടുത്തത് നമ്മുടെ MAC കോതമംഗലം എന്ന് പറയുന്ന മാർ അത്തനീഷ്യസ് കോളേജാണ്. കോതമംഗലം 5th പൊസിഷനിലുള്ളത്. നമ്മുടെ KIRFലും 5th റാങ്കാണ് ആർക്കുള്ളത്, MAC കോളേജിനുള്ളത്. കോംപ്രിഹെൻസീവ് ക്യാമ്പസ് വിത്ത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ തവണയും കീം വഴി അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുടെ ചോയ്സുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് MAC കോളേജ് എന്ന് പറയുന്നത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ് 4ാമത്തെ പൊസിഷനിൽ കേരളത്തിലെ കീം വഴിയുള്ള കോളേജുകളിലുള്ളത്. 1989 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജാണ്. ടോപ്പ് 10th ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിത്ത് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓഫൺ സൈറ്റഡ് ആസ് ടോപ്പ് കോളേജ് ഇൻ കേരള. കേരളത്തിലെ ബെസ്റ്റ് കോളേജുകളുടെ ലിസ്റ്റിൽ എപ്പോഴും എന്തുണ്ടാവാറുണ്ട്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവാറുണ്ട്. അഡ്വാൻസ്ഡ് ലാബുകൾ, ഇന്നോവേഷൻ സെന്റേഴ്സ് ഒക്കെ ഈവൻ സ്ട്രോങ് പ്ലേസ്മെന്റ് സപ്പോർട്ട് അടക്കം ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 3ാമത്തെ റാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ TKM കോളേജാണ്. കൊല്ലത്തുള്ള 1958 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രമല്ല 3ാമത്തെ പൊസിഷനിലാണ്. KIRFൽ 3ാം റാങ്കിലാണ് നമ്മുടെ TKM കോളേജ് ഉള്ളത്. അപ്പോൾ 1958 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം IITസിന്റെ അത്രയും തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെന്ന് പറയാം. വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലാബ്സ് ആണ്, ലൈബ്രറി ഫെസിലിറ്റീസ് എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് കേരളത്തിലെ കോളേജുകളുടെ കാര്യത്തിൽ. ആൻഡ് 2ാമത്തെ റാങ്കിലുള്ളത് നമ്മുടെ GEC തൃശ്ശൂരാണ്. 1957 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജാണ്. KIRFലെ 2nd റാങ്കാണ് ആർക്കുള്ളത്, നമ്മുടെ തൃശ്ശൂർ GECക്കുള്ളത്. NIRF റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്വീൻ ഒരു 200-ന്റെയും 300-ന്റെയും ഇടക്കാണ് ആരുടെ പൊസിഷൻ വരാറുള്ളത്, നമ്മുടെ GEC തൃശ്ശൂരിന്റെ റാങ്ക് വരാറുള്ളത്. APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ KTU അഫിലിയേഷൻ തന്നെയാണ്. മോഡേൺ ലബോറട്ടറീസും സെൻട്രൽ ലൈബ്രറി, സ്പോർട്സ് ഫെസിലിറ്റീസ്. അപ്പോൾ ഈ റാങ്ക് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ അക്കാഡമിക്സ് മാത്രമല്ല അവിടുത്തെ ഫെസിലിറ്റീസും ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമ്പർ 1 പൊസിഷനിൽ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET ട്രിവാൻഡ്രം തന്നെയാണ്. 1939 എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഈവൻ ബിഫോർ IITs. പല IITകളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജാണ്. നമ്മുടെ KIRFലെ നമ്പർ 1 ആണ്. NIRFലെ കേരളത്തിൽ നിന്നും ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തുന്ന കോളേജ് കൂടിയാണ്. 100-150 നമ്മുടെ CETയുടെ റാങ്ക് എന്ന് പറയുന്നത്. വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറീസ്, സെൻട്രൽ ലൈബ്രറി എന്ന് മാത്രമല്ല ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള വിത്ത് എ സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക് ആൻഡ് കൺസിസ്റ്റന്റ് അക്കാഡമിക് എക്സലൻസ്. പ്ലേസ്മെന്റ്സ് ആയാലും അക്കാഡമിക്സ് ആയാലും അലുമിനി സപ്പോർട്ട് ആയാലും ഒക്കെ കേരളത്തിൽ തന്നെ കീം വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, അത് CET ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കീം വഴിയുള്ള ടോപ്പ് 10 കോളേജുകൾ. ഇനി ഇത് കൂടാതെ മറ്റ് കോളേജുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ അവരുടെ നോളജും കൂടെ കമന്റ് ബോക്സിലൂടെ എന്ത് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക്